കുറഞ്ഞ വിലയ്ക്ക് ചൈനയിൽ നിന്നും സാധനമെത്തുന്നു. രാജ്യത്ത് മറ്റൊരു മേഖല കൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പല സാധനങ്ങളും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിലെ വിവിധ മേഖലകളെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട്. ഇപ്പോഴിതാ ഇന്ത്യൻ സ്റ്റീൽ മേഖലയെയും ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുകയാണ്. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നേരിട്ടും അല്ലാതെയും സ്റ്റീൽ ഇറക്കുമതി ചെയ്യുന്നത് വ്യാപകമാണ്. ഇപ്പോഴുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ രാജ്യത്തെ നിരവധി യൂണിറ്റുകൾ ശ്രമിക്കുന്നുണ്ട്. ഇതിനു പുറമെ കയറ്റുമതി വിപണിയിൽ പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ചൈനയിൽ നിന്നുള്ള സ്റ്റീലിന്റെ ഇറക്കുമതി രാജ്യത്ത് പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. രാജ്യത്തെ വിപണിയിൽ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഉൽപാദന ചെലവ് പോലും വിൽപ്പനയിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യവുമുണ്ട്. ഈ ഘട്ടത്തിൽ ചൈനയിൽ നിന്നുള്ള വരവ് കൂടിയാകുമ്പോൾ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. രാജ്യത്ത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ ഈ സ്ഥിതി ബാധിച്ചിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് 60-ലധികം യൂണിറ്റുകൾ ഉണ്ടായിരുന്നത് ഇന്ന് വിരലിലെണ്ണാവുന്ന തരത്തിലേക്ക് ശോഷിച്ചുവെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നത്. ചൈനയിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള സ്റ്റീൽ ഇറക്കുമതി നിയന്ത്രിക്കണമെന്നാണ് സ്റ്റീൽ കമ്പനികളുടെ ആവശ്യം. വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നും കമ്പനികൾ ആവശ്യപ്പെടുന്നു. അമേരിക്കയുടെ മാതൃകയിൽ ചൈനീസ് സ്റ്റീലിന് ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണമെന്നാണ് ഇന്ത്യൻ കമ്പനികളുടെ ആവശ്യം. നടപ്പ് സാമ്പത്തിക വർഷം 8.3 ദശലക്ഷം ടൺ ഫിനിഷ്ഡ് സ്റ്റീൽ ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മുൻ വർഷത്തേക്കാൾ 38.1% അധികമാണിത്. അതേസമയം കയറ്റുമതി ചെയ്യുന്നത് 7.5 ദശലക്ഷം ടൺ മാത്രമാണ്.